ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിക്കനും മട്ടണും മത്സ്യവും ഒക്കെ കഴിച്ചാൽ മതിയോ? വെജിറ്റേറിയൻസിനും ഒരു പ്രാധാന്യമൊക്കെ കൊടുക്കണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വെജിറ്റേറിയൻസിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു വെജിറ്റേറിയൻ വിഭവം. ഇത് നല്ല ഒരു മഷ്റൂം കൊണ്ട് തയ്യാറാക്കുന്നതാണ്. അതായത് കൂണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കൂണിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അപ്പോൾ കൂൺ കൊണ്ടുള്ളൊരു വിഭവം. ഇത് നമ്മുടെ വളരെ നാടനായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. കൂൺ ഫ്രൈ ആണ്. കൂണ് ദാറ്റ് ഈസ് മഷ്റൂം ഫ്രൈ. വളരെ സിമ്പിൾ നാടൻ സ്വാദുള്ള നമ്മുടെ മഷ്റൂം ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഷ്റൂംസ് ചെറുതായി അരിഞ്ഞത് 4 കപ്പ്, ഏകദേശം 1/2 കിലോ. ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് 1/2 കപ്പ്. സവാള 2 ഇടത്തരം ചെറുതായി അരിഞ്ഞത്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മുളക് പൊടി 2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. എണ്ണ 4 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി 1 മുതൽ 1.5 ടീസ്പൂൺ വരെ. കറിവേപ്പില ആവശ്യത്തിന്. ഉപ്പ് ആവശ്യത്തിന്. കടുക് 1 ടീസ്പൂൺ. അപ്പോൾ നമ്മളുടെ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. നമ്മൾക്ക് മഷ്റൂം ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം. ഇതിലേക്ക് ആദ്യം നമ്മൾ എന്തൊക്കെയാണ് ചേർക്കാൻ പോകുന്നത്? മഷ്റൂം അഥവാ കൂണ്. ഇതിപ്പോൾ ഞാൻ ബട്ടൺ മഷ്റൂമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം മഷ്റൂമും ആകാം. ഇപ്പോൾ ഓയിസ്റ്റർ മഷ്റൂം ആകാം. ഈ പാൽക്കൂണൊക്കെ ഉണ്ടല്ലോ, അത് നല്ല സ്വാദാണ്. അതായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഏതാണ്ട് 500 ഗ്രാമോളം എന്ന് പറയാം. അരിഞ്ഞെടുക്കുമ്പോൾ ഏകദേശം 4 കപ്പിൽ കൂടുതൽ ഉണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കുക. ഇത് ഏകദേശം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നു. മല്ലിപ്പൊടി അതുപോലെ 2 ടീസ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെന്താ കുരുമുളക് പൊടി. അത് 1 മുതൽ 2 ടീസ്പൂൺ വരെ ആകാം. അത് എരിവിനനുസരിച്ചിട്ട് ഏകദേശം 1 ടീസ്പൂൺ. ഞാനിപ്പോൾ ആദ്യം 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ആകാം. അപ്പോൾ എരിവ് എത്ര വേണം അതനുസരിച്ചിട്ട്. കാര്യം ഈ മഷ്റൂം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ചുരുങ്ങും, കുറഞ്ഞു വരും. ഇതിലെ വെള്ളത്തിൻ്റെ അംശം എല്ലാം പുറത്ത് വന്ന് അത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് ചുരുങ്ങും. അപ്പോൾ അതെല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ മുളകിൻ്റെ കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഏകദേശം എല്ലാ കാര്യങ്ങളും ചേർത്തു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കും. അപ്പോൾ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ ചേർത്തു. വേണമെങ്കിൽ ഇനിയും ആകാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല. ഇനി മഷ്റൂമിൽ നിന്നും കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഒരല്പം ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേഗട്ടെ. പാത്രം ഒന്ന് അടച്ചിടാം. ഒരല്പസമയം വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഈ മഷ്റൂമിനകത്ത് ധാരാളം വെള്ളത്തിൻ്റെ ജലാംശമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരല്പം ക്ഷമ മാത്രം മതി. ആ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതിൽ കിടന്ന് വെന്ത് ഏതാണ്ട് വറ്റി വരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ഫ്രൈ ആകുന്നതെന്ന് കാണാം. എന്തായാലും ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ ഞാൻ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു 5 മിനിറ്റ് സമയം. 5 മിനിറ്റ് പോലും ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നോക്കൂ, മഷ്റൂമിൽ നിന്നും ധാരാളമായിട്ട് വെള്ളം പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ 1 തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ഇത് ആ കൂണിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വെള്ളമാണ്. ഇത്രയും വെള്ളം പോരെ മഷ്റൂം വേകാൻ? ധാരാളം മതി. അപ്പോൾ ഇനി നമുക്ക് പാത്രം ധൈര്യത്തിൽ അടച്ചിടാം. കുഴപ്പമില്ല. ഇനി ഇതിൽ കിടന്ന് മഷ്റൂം വേഗണം, നന്നായിട്ട് വേകട്ടെ. വെന്ത് വെള്ളമൊക്കെ വറ്റുമ്പോൾ മസാലയൊക്കെ ഇങ്ങനെ മഷ്റൂമിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ മഷ്റൂം എല്ലാം പാകത്തിന് വെന്ത് അതിൻ്റെ ചാറെല്ലാം വറ്റിക്കഴിഞ്ഞു. നന്നായിട്ട് അരപ്പെല്ലാം പൊതിഞ്ഞിരിക്കുന്നൊരു പാകമായി. കംപ്ലീറ്റ് വെള്ളവും വറ്റി നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനിയാണ് നമ്മുടെ മഷ്റൂമിനെ ഫ്രൈ ആക്കാൻ പോവാണ്. അപ്പോൾ ഇതേ അടുപ്പിലേക്ക് മറ്റൊരു ചീനച്ചട്ടി വയ്ക്കുക. ചൂട് കട്ടിയുള്ളൊരു പാത്രം. എന്നിട്ട് അതിലേക്ക് അപ്പോൾ മഷ്റൂം വേവിച്ചത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. ഇത് നമ്മുടെ നാടൻ വിഭവമാണ്. നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാം.
കുറച്ച് വെളിച്ചെണ്ണ, ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതൊരു ഫ്രൈ അല്ല, അപ്പോൾ ഇച്ചിരി സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് മൂക്കാൻ ആവശ്യമുള്ള എണ്ണ. അപ്പോൾ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ നല്ല വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടണം. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില. അപ്പോൾ കടുകെല്ലാം പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് ധാരാളം കറിവേപ്പില. ഇനി അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി 1/2 കപ്പ് അരിഞ്ഞ് വെച്ചത്, അതിൻ്റെ കൂടെ സവാള 2 സവാള ചെറുതായി അരിഞ്ഞത്. ഇനി ഇതൊന്ന് മൂപ്പിക്കാം. അപ്പോൾ സവാളയും ചെറിയ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് ഒരു ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ, ഏകദേശം ബ്രൗൺ കളർ ആയി കഴിഞ്ഞിട്ട് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂം അതിൻ്റെ മസാലയോട് കൂടി ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ച് മാറ്റും. അപ്പോൾ നമ്മളുടെ മഷ്റൂം ഫ്രൈയും റെഡിയാകും. അപ്പോൾ എന്തായാലും സവാളയുടെയൊക്കെ നിറം മാറട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കും. കറക്റ്റ് സമയമാകുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ സവാളയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ നിറം മാറി തുടങ്ങുന്നു, ഒരു ബ്രൗൺ ആകാൻ തുടങ്ങുന്നൊരു സമയമായി. ഇപ്പം നല്ല മണം, ഉള്ളി മൂക്കുന്നതിൻ്റെ ഒരു മണവും വന്നു തുടങ്ങി. അപ്പോൾ എണ്ണയെല്ലാം ഇങ്ങനെ തെളിക്കും. അപ്പോൾ ഇച്ചിരി ഏറെ എണ്ണ വേണ്ടി വരും, 4-5 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചിലപ്പോൾ വേണ്ടി വരും. എന്നാലേ നല്ല ആ ഒരു സ്വാദിന് അനുസരിച്ചിട്ടിങ്ങനെ നന്നായിട്ട് വരുള്ളൂ. പക്ഷേ എണ്ണ കുറച്ചൊഴിച്ചും ചെയ്യാം. പക്ഷേ ഇത് കൂടുതൽ സ്വാദ് കിട്ടുന്നത് എണ്ണ കൂടുതൽ ഒഴിച്ച് ചെയ്യുമ്പോഴാണ്. ഇതൊരു ഫ്രൈ ആയതുകൊണ്ട്. പിന്നെ നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എണ്ണ കൂടുതലുണ്ട് എക്സസ് ഓയിൽ മാറ്റിയിട്ട് സൂക്ഷിച്ചിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കോരി ഒരു സൈഡിലേക്ക് വെച്ചാൽ എണ്ണ ഇങ്ങനെ ഊറി ഇറങ്ങി വരും. അതിന്ന് എണ്ണ കുറച്ച് എടുക്കാൻ സാധിക്കും. ഇപ്പം നല്ല മണം, നല്ലൊരു നാടൻ മണം വന്നു തുടങ്ങി. ഉള്ളി മൂക്കുന്നുണ്ട്. എസ്പെഷ്യലി അത് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടി കോമ്പിനേഷൻ ആയതുകൊണ്ട് ചെറിയ ഉള്ളി മൂക്കുമ്പോൾ പ്രത്യേക ഒരു മണമാണ്. കറിവേപ്പിലയുണ്ട്. നല്ല വെളിച്ചെണ്ണയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂം, മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന മഷ്റൂം നല്ല ഡ്രൈ ആയിട്ടിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ കൂണും ചേർത്തു. ഇനി നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കുക. അപ്പോൾ എത്രത്തോളം മൂക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അപ്പോൾ ചിലർക്ക് നല്ല ഫ്രൈ ആക്കി കഴിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് അത്രയും ഫ്രൈ ആകേണ്ട, കുറച്ചുകൂടെ ഒരു സോഫ്റ്റർ വേർഷനായിരിക്കും ഇഷ്ടം. എത്രയാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് മൂപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ ഇടത്തരം തീയിൽ കടന്ന് നല്ല മൊരിഞ്ഞ് വീണ്ടും എണ്ണയെല്ലാം ഊറി വരുന്ന ഒരു പാകത്തിന് ഇത് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മളുടെ മഷ്റൂം ഫ്രൈ റെഡിയാണ്. ഒരല്പസമയം കൂടെ വെയിറ്റ് ചെയ്യുക മഷ്റൂം ഫ്രൈ ഒരു ഫൈനൽ ഫോമിൽ എത്താനായിട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇപ്പം നമ്മളുടെ കൂൺ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു, മഷ്റൂം ഫ്രൈ. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല, അതിൽ എക്സസ് ആയിട്ട് കൂടുതലായിട്ടുള്ള എണ്ണ ഇങ്ങനെ അതിൽ നിന്ന് ഊറി വരും. അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പാത്രത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മഷ്റൂം അഥവാ കൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജൈവകോശങ്ങളുടെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായ മാംസ്യം എന്ന് പറയുന്ന ഘടകം ഏറ്റവും കൂടുതലുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കലവറയാണെന്ന് തന്നെ പറയാം മഷ്റൂം അഥവാ കൂൺ. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ജലാംശം ധാരാളമായിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. പ്രോട്ടീൻസ് ഉണ്ട്, ധാരാളമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്, അന്നജമുണ്ട്, എല്ലാം വൈറ്റമിൻസ്, ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ സംരക്ഷണ ഭക്ഷണം എന്നുള്ള ഒരു വിളിപ്പേരും നമ്മളുടെ മഷ്റൂംസിനുണ്ട്. അപ്പോൾ മഷ്റൂമിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായില്ല നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കുന്നതിൽ. ജീവിത രീതി അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ഭക്ഷണം, എന്നും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആക്കി മാറ്റാൻ പറ്റിയതാണ് മഷ്റൂം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരുപാട് എണ്ണ ഒഴിച്ച് എന്നും ഫ്രൈ ചെയ്ത് കഴിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇത് തന്നെ പല രീതിയിൽ നമുക്ക് തയ്യാറാക്കി കഴിയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രൈ ആയിട്ടും കഴിക്കണം. അപ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യുക, പക്ഷേ മഷ്റൂം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. കാര്യം അത്രയ്ക്ക് പോഷകപ്രദമാണ് മഷ്റൂം, സംരക്ഷണ ഭക്ഷണമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മഷ്റൂം ഫ്രൈ കണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കാര്യമായിരിക്കും. നല്ല ചമ്പാവരി ചോറിൻ്റെ കൂടെ ഒരു സൈഡിൽ കുറച്ച് മഷ്റൂം ഫ്രൈ കൂടെ വെച്ച് കഴിച്ചു നോക്കൂ, എങ്ങനെ ഉണ്ടാവുമെന്ന്.